ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സംസ്കൃതത്തിൽ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ മനുസ്മൃതിയുടെ എഴുത്തുകാരനാണ് മനു എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ. അപ്പോൾ ഈ മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്ന 2-3 ശകലങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കപ്പെടുന്നതല്ല. അതിൻ്റെ പുറകിൽ അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: പിതാരക്ഷിതോ കൗമാരെ, ഭർത്ര രക്ഷിതോ യൗവനെ, പുത്ര രക്ഷിതോ വാർദ്ധക്യെ. കൗമാരത്തിൽ അച്ഛനാൽ സംരക്ഷിക്കപ്പെടുന്നവൾ, യൗവനത്തിൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നവൾ, വാർദ്ധക്യത്തിൽ മകനാൽ സംരക്ഷിക്കപ്പെടുന്നവൾ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമേ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ അതല്ല, ഇതിൻ്റെ യഥാർത്ഥ സത്യം അതല്ല. സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അവൾ കുഞ്ഞായിരിക്കുമ്പോഴും യൗവനയുക്തിയായിരിക്കുമ്പോഴും വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അതാണ് മനുസ്മൃതിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ബൈബിളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷൻ്റെ വാരിയലിൽ നിന്നാണ്. മറ്റെല്ലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കാൻ കാരണം ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു അവയവമായി വാരിയലെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കുനിഞ്ഞു തന്നെ ഇരിക്കുക. അപ്പോൾ ഈ വാരിയലിൽ നിന്നാണ് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചതെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ഏത് കാര്യത്തിലായാലും സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവളല്ല. അവൾ തൻ്റെ അച്ഛനാലും ഭർത്താവിനാലും തൻ്റെ മകനാലും സംരക്ഷിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീക്ക് സമത്വമില്ലേ എന്ന് ചോദിക്കുന്നു. പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീ ചെയ്യത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അതൊന്നും മാറ്റം വന്നിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ മാറ്റം വന്നിട്ടില്ല. സ്ത്രീകൾ ആരും ജോലിക്ക് പോകത്തില്ല, ജോലിക്ക് അവർ വിടത്തില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കുക, അത് ഭർത്താക്കന്മാർക്ക് കൊടുക്കുക. പുരുഷന്മാരിരിക്കുന്ന ആ സ്ഥലത്ത് പോലും വടക്കേ ഇന്ത്യയിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരത്തില്ല. ഇപ്പോൾ കുറേ മാറ്റം വന്നു എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊന്നും അവർ വരത്തില്ല. ഇപ്പോഴും അതേ രീതി തന്നെയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ തുടരുന്നത്. എന്നാൽ പുരാതന ആശയങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നതുകൊണ്ട്, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വന്നതുകൊണ്ട് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടായി. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരോട് കൂടെ തന്നെ ചേർന്നുകൊണ്ട് പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ട് കുടുംബത്തിൽ ഒരു മനസ്സോടെ സ്ത്രീകൾ നിൽക്കുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, സ്ത്രീകളെപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. അതിലുപരി പുരുഷനെ ആശ്രയിച്ച് ജീവിക്കേണ്ടവൾ തന്നെയാണ്. പുരുഷനെ ആശ്രയിക്കാതെ ഒരു സ്ത്രീ ജീവിച്ചാൽ ആ സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകത്തില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ചേരുമ്പോഴേ അതിനൊരു പൂർണ്ണത കൈവരത്തുള്ളൂ. നമ്മൾ പൂർണ്ണരാകണമെങ്കിൽ നമ്മളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം. അത് ദൈവികമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ അതിന് മൂല്യച്യുതികൾ വരും. സ്ത്രീയും പുരുഷനും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ജീവിക്കുമ്പോഴാണ് ആ കുടുംബം ധന്യമാകുന്നത്. അപ്പോൾ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനോ പുരുഷനൊറ്റയ്ക്ക് ജീവിക്കാനോ ഉള്ള ഒരു കാര്യവും ദൈവം ഈ ഭൂമിയിൽ വെച്ചിട്ടില്ല. സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് തന്നെ ജീവിക്കാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മനുസ്മൃതി പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കാതെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമേ ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാനിടയായത്. ഒരിക്കലും അങ്ങനെയല്ല. മനുസ്മൃതി മനു പറഞ്ഞത് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുമ്പോഴും ഒരു പുരുഷൻ്റെ ആശ്രയം ഒരു സ്ത്രീക്കുണ്ടാകണം. സ്ത്രീ ഒറ്റയ്ക്കല്ല അവൾ ജീവിക്കേണ്ടത്. ഏത് സമയത്തും അവസാനം അവളുടെ മരണം വരെ ഒരു പുരുഷൻ്റെ സാന്നിധ്യവും സാമീപ്യവും കരുതലും ഉണ്ടെങ്കിൽ മാത്രമേ
അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് കുടുംബങ്ങളിൽ ചിലർ ഭർത്താക്കന്മാർ ജോലിക്ക് പോകാതെ ഭാര്യമാർ ജോലിക്ക് പോകുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ചികഞ്ഞെടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുപോലെ ജോലിക്ക് പോകുമ്പോഴാണ് ആ കുടുംബം ധന്യമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത്. വടക്കേന്ത്യയിലെ കാര്യം പറഞ്ഞാൽ അത് അവരൊരു അടിമത്ത രീതിയിൽ അവിടുത്തെ ജീവിത രീതി. സ്ത്രീകളെ ഒരു കാരണവശാലും വിദ്യാഭ്യാസത്തിന് വിടത്തില്ല, സ്ത്രീകളെ ഒരു കാരണവശാലും ജോലിക്ക് വിടത്തില്ല. അപ്പോൾ ആ ഒരു അറിവില്ലായ്മയും ആ വിദ്യാഭ്യാസമില്ലായ്മയും കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ നൂതന യുഗത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീയും പുരുഷനും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട്, അവളുടെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട്, ആ വിദ്യാഭ്യാസത്തിന് അനുസൃതമായ ജോലി അവൾ സമ്പാദിക്കുകയും അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലിക്ക് പോയി ഈ കേരളത്തിൽ ജീവിക്കാനിടയാകുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ ഒരു സത്യം. അപ്പോൾ സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ഏത് സാഹചര്യത്തിലായാലും സ്ത്രീക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അത് ജന്മസിദ്ധമായിട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതുണ്ടെങ്കിൽ നമ്മൾ ടോയ്സ് മേടിച്ചു കൊടുക്കുന്നു. ടോയ്സ് മേടിച്ചു കൊടുക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഈ തോക്കുകൾ, അല്ലെങ്കിൽ ബസ്സുകൾ, കാറുകൾ, അതുപോലുള്ള ചിന്താഗതിക്ക് അനുസൃതമായ ടോയ്സ് ആയിരിക്കും. എന്നാൽ പെൺകുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പാവകളും, അതുപോലെ തന്നെ അവർക്ക് ഈ വീട്ടിന് ഉള്ളിലുള്ള അടുക്കള സംബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ടോയ്സ് ആയിരിക്കും അവരുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്നത്. അപ്പോൾ ഇത് സൃഷ്ടിയുടെ ഒരു ഉദാത്തമായ ഉദാഹരണമായത്. ഒരു കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യങ്ങളായതെല്ലാം. അപ്പോൾ ഒരു ആൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു വ്യഗ്രത, മറ്റുള്ളവരെ കരുതാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത. അപ്പോൾ അവൻ അതിനുള്ള ഊർജ്ജം സംരക്ഷിക്കുക, അതിനുവേണ്ടി അവൻ തയ്യാറെടുക്കുക. അപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെയുള്ളത് തന്നെയാണ്. എന്നാൽ ഒരു പെൺകുഞ്ഞിൻ്റെ മുന്നിൽ നിങ്ങൾ കളിപ്പാട്ടം വെച്ച് കൊടുത്തു നോക്കിയോ, അവൾ പരിപാലിക്കാൻ വേണ്ടിയുള്ളവളാണ്. പാവകളെ എടുത്ത് താലോലിക്കുക, അതുപോലെ പരിപാലന ശേഷിയുള്ളതാണ്. അപ്പോൾ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഈ നിയമത്തിന് വിരോധമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതം തന്നെ താറുമാറാകുന്നതും അലോസരപ്പെടുന്നതും. സ്ത്രീക്കും പുരുഷനും സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒരേ രീതിയിൽ ജീവിക്കാം. പക്ഷേ പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റത്തില്ല, സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങൾ പുരുഷനും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അങ്ങനെയാണ് നമ്മളുടെ എല്ലാം സൃഷ്ടി. എന്നാൽ ഇത് ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ സൃഷ്ടിക്കൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. സ്ത്രീയും പുരുഷനും ഒരു മനസ്സോടെ നീങ്ങുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിവേരിൽ നിന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റാത്തത്. അതിൻ്റെ ഉള്ളിൽ അർത്ഥങ്ങളുണ്ട്, അതിനുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് വ്യാഖ്യാനിച്ചിരിക്കുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് അങ്ങനെ വ്യാഖ്യാനിച്ച രീതികൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമായി മാറുന്നത്. അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ പുരുഷനോളം സ്വാതന്ത്ര്യമില്ല. അതല്ലേ പറയുന്നത്. അവൻ കള്ളുകുടിയനായിരുന്നാലും മറ്റാരായിരുന്നാലും ഒരു ആൺതുണയുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല എന്നൊരു സ്ത്രീ പറയാൻ കാരണം, ഒരു പുരുഷനുണ്ടെങ്കിൽ ആ ഭവനത്തിന് അവനൊരു കാവലാണ്, ആ ഭവനത്തിന് അതൊരു ഐശ്വര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഭവനത്തിന് ഒരു ഐശ്വര്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഭവനം ഐശ്വര്യത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭവനങ്ങളില്ലേ? ഉണ്ട്. പുരുഷന്മാർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭവനങ്ങളില്ലേ? ഉണ്ട്. പക്ഷേ ഇതിനൊരു പൂർണ്ണത ഉണ്ടാകത്തില്ല. അപ്പോൾ പൂർണ്ണത ഉണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നായാൽ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് സൃഷ്ടിയുടെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ്. സൃഷ്ടി അങ്ങനെയാണ് ദൈവം മനുഷ്യരെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതല്ലേ പുരാണങ്ങളിൽ പറയുന്ന നരനാരീശ്വരൻ. അത് വെറുതെ അങ്ങനെ പറയണോ?
നരനും നാരിയും കൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. നരൻ മാത്രമായാലും ഒരു പൂർണ്ണതയില്ല, നാരി മാത്രമായാലും പൂർണ്ണതയില്ല. അപ്പോൾ ഇതൊക്കെ പുരാണങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുരാണങ്ങളൊക്കെ ചിലപ്പം അത് നമ്മൾക്ക് ഉപയോഗപ്പെടും എന്ന് തോന്നിപ്പോകും. അത് ഏത് ഗ്രന്ഥങ്ങളിലായാലും, ബൈബിളായാലും ഖുറാനായാലും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളായാലും അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ചില വഴികളൊക്കെയാണ്. അത് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ്, അത് യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അതിന് നമുക്കൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. ഇന്ന് സ്ത്രീകൾ മാത്രം ജീവിച്ചാൽ എനിക്ക് ജീവിച്ചു പോകാമെന്ന് കരുതുന്ന പലരുമുണ്ട്. ശരിയാ, ജീവിക്കാം. പക്ഷേ അതിലൊരു പുരുഷനുണ്ടെങ്കിൽ മാത്രമേ ആ ഭവനത്തിനൊരു താങ്ങുണ്ടാകത്തുള്ളൂ, ആ ഭവനത്തിനൊരു ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ ആ ഭവനത്തിലെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വിലയേറിയത്തുള്ളെന്ന് പറയും. അത് സത്യമാ പ്രിയരെ. ഇന്ന് ജീവിതത്തിലൂടെ നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിഷയങ്ങൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, അന്നത്തെ തലമുറ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും വിഷയങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായാൽ അത് തിരുത്തി കൊടുക്കുവാൻ നമ്മുടെ അച്ഛനമ്മമാർ, അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സഹകരിച്ച് ആണ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടത്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി സ്ത്രീയും പുരുഷനും 2 കുട്ടികളും മാത്രമുള്ള ഒരു ഭവനമായിട്ട് മാറുന്നു. ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ. അപ്പോൾ ഈ 2 കുട്ടികൾ, ഭാര്യയും ഭർത്താവും, ഇവർ 4 പേരും മാത്രമേ സംസർഗം ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ള പുറം ലോകവുമായിട്ടൊരു സംസർഗമില്ലാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകാനിടയാകുന്നത്. ഇന്ന് കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു? അപ്പോൾ സ്ത്രീകൾ ചിന്തിക്കും, ഞാൻ മാത്രം ജീവിച്ചാൽ മതി, എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം. സംഭവം ശരിയാ, പുരുഷനും അങ്ങനെ വിചാരിക്കും. പക്ഷേ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നത്. അത് ദൈവികമായ നിയമമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അതെന്നായിരുന്നാലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്താലും ശരി, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും ശരി, ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ചാലേ ആ ഭവനം അനുഗ്രഹമാകത്തുള്ളൂ, ആ ഭവനത്തിന് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയിലേക്ക് വരത്തുള്ളൂ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലേക്ക് വരത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഭാര്യയില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അതിനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, ശരീരത്തിന് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്തിച്ചേരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ എത്തത്തില്ല, അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തില്ല എന്നാണ് പറയുന്നതിനർത്ഥം. ഒരു കാര്യവും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീയുടെ കാര്യം. ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തോളാം, ഭർത്താവിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് തെറ്റാ. നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്കതിനുള്ള സമ്പത്തുണ്ട്, ഭർത്താവിനേക്കാൾ ഉയർന്ന ജോലിയുണ്ട്. പക്ഷേ പൂർണ്ണതയിലെത്തത്തില്ലൊന്നും. നമ്മൾ അപ്പോഴും പൂർണ്ണതയില്ലാത്തവരായിട്ട് തന്നെയാണ് മാറുന്നത്. പൂർണ്ണതയിലെത്തണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തന്നെ ചേരണം. ഈ മനുസ്മൃതിയിലും അത് തന്നെയാണ് പറയുന്നത്. സ്ത്രീയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിനർത്ഥം സ്ത്രീ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാണ്. അല്ലാതെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതല്ല അതിനർത്ഥം. സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും നമ്മുടെ ഒരു പുരുഷൻ്റെ ജീവിത അന്ത്യം വരെ ആ സ്ത്രീ ഉണ്ടായിരിക്കണം. ആ ഉണ്ടായെങ്കിൽ മാത്രമേ ആ പുരുഷൻ്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. എന്നാൽ ഒരു കാര്യം അപ്പോൾ ചിന്തിക്കും, സ്ത്രീകൾക്ക് ജോലിക്ക് പോകണ്ടേ, ചിലർക്ക് വിദേശത്ത് ജോലിയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ പറയുന്നതിൻ്റെ കാരണം അതല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ ഏത് കാര്യത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. അത് ഏത് രംഗത്തായാലും, ബിസിനസ് രംഗത്തായാലും, ജോലിയുള്ള രംഗത്തായാലും, മറ്റുള്ള ഏത് കാര്യത്തിലെടുത്താലും അത് തന്നെയാണ് അതിൻ്റെ അവസാനം. അതിന് യാതൊരു മാറ്റവുമില്ല. അതാർക്കും മാറ്റി എഴുതാനും പറ്റത്തില്ല. അതങ്ങനെ തന്നെയാണ് ദൈവനിശ്ചയം, അങ്ങനെ തന്നെയാണ് പ്രകൃതിയുടെ നിയമവും. എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏത് ഗ്രന്ഥങ്ങളിലും എടുത്തു നോക്കിക്കോ, അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പൂർണ്ണത വരണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരു മനസ്സോടെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണത വരത്തുള്ളൂ. ഇന്നത്തെ കുഞ്ഞുങ്ങളും
ആ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അച്ഛനമ്മമാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളും ജീവിക്കുന്നത്. അപ്പം അച്ഛനമ്മമാരുടെ ആ പൂർണ്ണത, അവരുടെ ജീവിതത്തിലെ ആ പൂർണ്ണതയും കാര്യങ്ങൾ തീരുമാനിക്കാൻ എടുക്കുന്ന ആ ഒരു മാനസിക ഐക്യവുമാണ് കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്നത്. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഇന്നത്തെ തലമുറ വേറെ ഒരു വഴിയിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭവനത്തിൽ എവിടെയാണ് കുഴപ്പം? നമ്മൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ നമ്മൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് പരസ്പര പൂരകങ്ങളാണ്. രണ്ട് വശത്ത് നിന്ന് നോക്കിയാലും, ഏത് വശത്ത് നിന്ന് നോക്കിയാലും ഇത് രണ്ടും ഒരറ്റത്ത് തന്നെ എന്ന് എത്തണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ രേഖയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മനസ്സും ശരീരവും നേർരേഖയിൽ സഞ്ചരിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് വേറെ വഴിക്കും ശരീരം വേറെ വഴിക്കുമാണെങ്കിൽ അത് എങ്ങും എത്തത്തില്ല. രണ്ട് വഴിക്കായിട്ട് അത് പോവും. നമുക്കൊന്നിനും ഒരു ഏകാഗ്രത ഉണ്ടാകത്തില്ല. ഒരു ജോലിയും നമ്മുടെ മനസ്സോടെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജോലിയും നമുക്ക് സന്തോഷത്തോടെ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്യാമായിരിക്കാം, പക്ഷെ ഇത് പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. അത് പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം വേണം. ഈ മനസ്സിന് സന്തോഷം വേണമെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് പൂരകങ്ങളാണ്. ഇന്ന് രാത്രിയിലും ഈ ചുരുങ്ങിയ വേളയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്നാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന മൂല്യച്യുതികൾ അത് മറ്റുള്ളവരിലേക്ക് പകരാനിടയാകരുത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകൾ അത് പറഞ്ഞ് അത് രസിക്കാനിടയാകരുത്. നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിലുണ്ടാകുന്ന കുറവുകൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന കുറവുകൾ നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കുറവുകൾ നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൊള്ളട്ടെ. അത് മറ്റുള്ളവരിലേക്ക് ഒരിക്കലും ശരി. പല രംഗത്തും നമ്മൾ കേൾക്കുന്നതാണ്. അവരുടെ ഭവനത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്ന് പറയുക, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല. ഒരിക്കലും പറയരുത്. അത് ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാകും. നമ്മുടെ വൈകല്യങ്ങൾ കൊണ്ടാണ് നമ്മളെ പലരും ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ ബലഹീനതയാണ് പലരും മുതലെടുക്കുന്നത്. ഈ ബലഹീനതയും വൈകല്യങ്ങളും ഒരിക്കലും നമ്മൾ പുറത്ത് ഷെയർ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പല അലോസരങ്ങളും ഉണ്ടാക്കും. ഈ വൈകല്യങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ കേൾക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ കാത്തിരിക്കുക. പിന്നെ എന്താ പറയുന്ന, ഈ മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനെ പുച്ഛിക്കാനും അദ്ദേഹത്തിനെ തള്ളിക്കളയാനും എല്ലാവർക്കും എളുപ്പം. അവൻ കള്ളുകൂടിയനാണ് ഇതൊക്കെ പറയാം. പക്ഷേ ആ മദ്യപാനം മാറ്റാനായിട്ട് ആരും തയ്യാറാകത്തില്ല. അവൻ കള്ളുകൂടിയനാന്നേ പറയത്തുള്ളൂ. അവൻ കള്ളുകൂടിയൻ അല്ലെങ്കിൽ പിന്നീട് കള്ളുകൂടി നിർത്തിയാൽ പോലും നീ കള്ളുകൂടിയനായിരുന്നല്ലോ എന്നേ ചിന്താഗതിയുള്ളൂ. അപ്പം അതാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് പ്രിയരെ, ഒരു കാര്യം ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറയാം. സ്ത്രീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പുരുഷനുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ പൂർണ്ണതയാകത്തുള്ളൂ. സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷൻ പൂർണ്ണതയാകത്തുള്ളൂ. ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നതിൻ്റെ അന്തസത്ത് അത് തന്നെയാണ്. അത് ദൈവീയതയുടെ അർത്ഥങ്ങൾ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കരുത്. ഏത് വാക്കുകൾ നമ്മൾ എവിടെ നിന്നും എടുത്തിരുന്നാലും ശരി, അതിൻ്റെ ഉള്ളിലെ ആന്തരിക അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുറമേ കാണുന്ന വാക്കുകളിലൂടെ കേൾക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പണ്ട് നമ്മൾ കേട്ടില്ലേ, വയലാറൊക്കെ പാട്ടുകൾ എഴുതും. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമ്പം അതിൻ്റെ ഉള്ളിൽ അർത്ഥങ്ങൾ വളരെ വ്യാപ്തമായ എന്ന് പറഞ്ഞാൽ വ്യാപ്തിയുള്ളതാണ്, ആഴമേറിയതാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം കേട്ടാൽ നമുക്കത് മനസ്സിലാകത്തില്ല. അർത്ഥങ്ങൾ അനവധിയാണ്. അതുപോലെ തന്നെയാണ് ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ എന്താണെന്നറിയണം. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് ഇതാണ്. ഈ മനുസ്മൃതി എന്ന് തന്നെയാണ് പറയുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പരം ചെളിവാരി എറിയരുത്.
അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. അത് പറയും, നിങ്ങൾ ഡോക്ടർമാരുടെയൊക്കെ പോയി സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം, വേണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുമായിട്ട്, എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ, അവൻ മഹാകള്ളുകൂടിയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ, എന്നെക്കൊണ്ട് ഞാൻ തൊറ്റൊന്നും ഒരിക്കലും പറയരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനും അതുവഴി മുതലെടുക്കാനുമുള്ള ഒരു മാർഗം മാത്രമാണ്. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിഷയങ്ങളൊക്കെ നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ തളർത്താനുള്ളതല്ല. ഇന്ന് നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ നാളെ ഇതിനൊരു പരിഹാരമുണ്ട്. അതും നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ വിഷയം കൊണ്ട് നിങ്ങൾ തളർന്നു പോകുന്നതല്ല നിങ്ങളുടെ ജീവിതം. ഇന്നത്തെ വിഷയം കൊണ്ട് നിർത്താനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഇന്നത്തെ വിഷയം കൊണ്ട് ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നാളെ നേരം വെളുക്കുമ്പോൾ ഈ വിഷയത്തിന്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിനൊരു പരിഹാരമുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ വേണം മുമ്പോട്ട് നീങ്ങാൻ. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നിങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കണം. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറിപ്പോകുന്നത് കാണാം. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കാൻ ആർക്കും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല, വിഷയത്തിനും കഴിയത്തില്ല, പ്രശ്നത്തിനും കഴിയത്തില്ല. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ പറയുന്നതിൻ്റെ കൂട്ടുള്ള അന്തരമുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളോടെ വന്നു ചേരും. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കണം. ഒരുമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹമായി മാറട്ടെ. ഹാവ് എ സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.